അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാബാദ്. ശുദ്ധീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണല്ലോ ഇസ്ലാം എന്നുള്ളത്. നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവുമെല്ലാം ശുദ്ധിയായി കൊണ്ടു നടക്കണമെന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കൽപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ്. പ്രവാചകൻ്റെ സന്തത സഹചാരിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗല അൻ അശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസിവാഖ് മാ ഖുല്ലിൽ വുളു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എൻ്റെ സമുദായത്തിന് ഞാൻ ഞെരുക്കമുണ്ടാകുമെന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളുവിന് ശേഷവും മിസ്വാക്ക് ചെയ്യാൻ, ദന്തശുദ്ധീകരണം നടത്തുവാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് ഹദീസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുദ്ധിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത്. പല്ലിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഭക്ഷണാവിഷ്ടങ്ങളും മറ്റു കീടങ്ങളുമെല്ലാം എല്ലാ സമയത്തും വൃത്തിയായി ഒരു വൃത്തിയുള്ള ആളായി ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന് ബ്രഷോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളിക്കഷ്ണമോ ഉപയോഗിച്ചാലും മതി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മിസ്വാക്ക് അതിനുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദിനേന ചെയ്യുന്ന കർമ്മമാണ് പല്ല് തേക്കുക എന്നുണ്ടെങ്കിലും അതൊരു ആദത്തായി ഒരു വിശ്വാസി കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അവൻ നമസ്കരിക്കാൻ പോകുമ്പോൾ, അവൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം പല്ല് തേൽക്കൽ ഒരു ശീലമായി, ഒരു ആദത്തായി കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതൊരു ഇബാദത്തായ രീതിയിൽ അതൊരു നിയ്യത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പ്രാധാന്യത്തോടെ പഠിപ്പിച്ചൊരു കർമ്മമാണ് എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഏറെ പ്രതിഫലം നമുക്ക് ലഭ്യമാക്കുന്ന കാര്യമായി അത് മാറുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി നമുക്ക് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഫിഹി ദലീലുൻ അല അന്ന സിവാക്ക് ലൈസ ബി വാജിബിൻ ലൗകാന വാജിബൻ ല അമർത്തുഹും ബി ഷക്ക് അവലം യഷുക്ക്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ കൗലാണത്. മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമല്ലെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് തെളിവുണ്ട്. അത് നിർബന്ധമായിരുന്നെങ്കിൽ അത് പ്രയാസമുണ്ടെങ്കിലും പ്രയാസമില്ലെങ്കിലും അത് നിർബന്ധമാക്കുമായിരുന്നു എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല മിസ്വാക്കിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഫസിവാക്ക് സുന്നത്തുൻ ലൈസ ബി വാജിബിൻ ഹാദ മദ്ഹബുന മദ്ഹബു ഉലമാഇ കാഫ. മിസ്വാക്ക് ചെയ്യുന്നത് സുന്നത്താണ്, അത് നിർബന്ധമായ കർമ്മമല്ല. അതാണ് നമ്മുടെ മദ്ഹബും മറ്റു മദ്ഹബും എന്ന് ഇമാം നവവി റഹിമഹുല്ല പഠിപ്പിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. മിസ്വാക്ക് ചെയ്യലിൻ്റെ പ്രാധാന്യം നമുക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു ബിസിവാക്കിൻ ഹത്താ ഖശൈതു അൻ അദ്റത് ഔ ഹത്താ ഖശീതു അലാ ലസതി വ അസ്നാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മിസ്വാക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രാധാന്യം ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പല്ലുകൾ കൊഴിഞ്ഞു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അൽബാനി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാണത്. അതേപോലെ തന്നെ ഒരു ഫിത്രത്തിൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ് പല്ല് തേക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായ ഹദീസ് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. 10 കാര്യങ്ങളാണ് അതിൽ ഫിത്രത്തിൻ്റെ ശുദ്ധിയുടെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അശറും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ ശുദ്ധിയിൽപ്പെട്ടതാണ്. അതിൽ 10 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1 മീശ വെട്ടുക എന്നുള്ളതാണ്. 2 താടി വളർത്തുക എന്നുള്ളതാണ്. 3-മത്തേത് മിസ്വാക്ക് ചെയ്യുക, പല്ല് ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. 4-മത്തേത് വുളൂ ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റുക എന്നുള്ളതാണ്. 5-മത്തേത് നഖം വെട്ടുക എന്നുള്ളതാണ്. 6-മത്തേത് കൈകാലുകളുടെ സന്ധികൾക്കിടയിൽ കഴുകുക എന്നുള്ളതാണ്. 7-മത്തേത് രോമം പറിക്കുക, കക്ഷരോമം പറിക്കുക എന്നുള്ളതാണ്. 8-മത്തേത് ഗുഹ്യഭാഗത്തെ രോമങ്ങൾ വെട്ടുക എന്നുള്ളതാണ്. 9-മത്തേത് ശൗചം ചെയ്യുക എന്നുള്ളതാണ്. 10-മത്തേതായി ഈ ഹദീസിൽ റിപ്പോർട്ടർ റാവി പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. 10-മത്തേത് ഞാൻ മറന്നുപോയി, അത് വായ കഴുകുക എന്നതായിരിക്കാമെന്ന് ആ സ്വഹാബി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിത്രത്തിൽ അവൻ്റെ ഒരു ആദത്തായി വരേണ്ട കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. നാം എല്ലാവരും അത് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ അതിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന നിലക്ക് അതിന് നിയ്യത്തും കൂടി വെക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കുന്ന കർമ്മമാക്കി മാറ്റാൻ നമുക്കത് സാധിക്കും. അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സിവാക്കു
മുത്തഹറത്തുൻ ലി ഫമി വ മർലാത്തുൻ ലി റബ്ബ്. പല്ല് തേക്കുക എന്നുള്ളത് അത് വായക്ക് ശുദ്ധി നൽകുന്നതാണ്. വായ ശുദ്ധീകരിക്കുകയും റബ്ബിൻ്റെ റലാഅത്ത്, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുന്ന കർമ്മവുമാണ് പല്ല് തേക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പഠിപ്പിച്ച സന്ദർഭങ്ങളിലെല്ലാം പല്ല് തേക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഉണരുമ്പോഴാണ്, അതുപോലെ തന്നെ വായയിൽ മണമുണ്ടാകുമ്പോഴാണ്, മൂന്നാമത്തേത് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്, നാലാമത്തേത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്ദർഭങ്ങളിലെല്ലാം പല്ല് തേക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ബുദ്ധി വർദ്ധിപ്പിക്കുന്ന കാര്യമായി പഠിപ്പിച്ച സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും അർബഅത്തുൻ തസീദുൽ ആഖിൽ, 4 കാര്യങ്ങൾ ബുദ്ധിയെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അതിലൊന്ന് എണ്ണിയത് തർക്കു ഫുദൂലും മിനൽ കലാം, ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. രണ്ടാമത്തേത് അസ്സിവാക്ക്, പല്ല് തേക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് നല്ല ആളുകളുടെ കൂടെ സഹവർത്തിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് പഠിപ്പിച്ചത് മജാലിസത്തുൽ ഉലമ, പണ്ഡിതന്മാരോടൊപ്പം സഹവസിക്കുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ ബുദ്ധിയെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പല്ല് തേക്കുക എന്നൊരു ശീലം നമ്മുടെ ശീലമാക്കി മാറ്റുക. അതിനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.